കാണിച്ച് കൊക്കയിലേക്ക് മറിഞ്ഞ് ആരും മരിച്ചില്ല. എന്ത് നാണം കെട്ട മറിച്ചില്ല. രാവിലെ പത്രം വായിച്ചോണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് എന്ത് പണി എനിക്കിവിടെ? നേരം എടുത്തിട്ട് ഇത്ര നേരമായി ഇവിടെ വന്ന് ഉണ്ടാക്കിയതല്ലേ? പെണ്ണുമ്പിള്ളായിട്ട് വഴക്കുണ്ടാക്കി അതിനല്ലേ നേരമുള്ളൂ. അതിനല്ലേ നേരമുള്ളൂ. അതുപോലത്തെ കാര്യത്തിനല്ല നീ ഇവിടെ കൊണ്ടുവന്നാണ്. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്ന പറഞ്ഞോ കന്നേരം അറിയാം. പിന്നെ പറഞ്ഞു നോക്കും. അതുപോലത്തുള്ള പെരുമാറ്റ രീതികളാണ് അവൾ ചെയ്ത് കൂട്ടുന്നത്. അറിയാമോ? നിനക്ക് വല്ലതും അറിയാമോ? എനിക്ക് വല്ലതും അറിയാവുന്ന അവള് രാവിലെ കച്ചൻ കാഴ്ച സ്വദേശിരിയെന്ന് പറഞ്ഞ് ഇറങ്ങി പോയി കഴിഞ്ഞാല് ഇവിടെ പാചകം 10 വരെ പണിയെടുക്കുന്ന ആൾ ഞാനല്ലേ. എന്ത് പണിയെടുക്കുന്നത്? ഈ കുടുംബത്തെ പണികൾ മൊത്തം ഞാനല്ലേ എടുക്കുന്നത്. അതിന് അവർക്ക് ഈ നാട്ടിലുള്ള പേരും നിലയും വിലയൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ഭയങ്കര പേരും പെരുമയൊക്കെ അവർക്ക്. നിന്റെ പേര് പറഞ്ഞ് ഒരു ഓട്ടോറിക്ഷ ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ ആരും വരില്ല. പക്ഷെ അവളുടെ പേര് പറഞ്ഞാൽ 100 ആളുണ്ട് വരാനത്. അറിയാമോ നിനക്ക്? അതാണ് കുടുംബ മഹിമ. അതാണ് നിനക്ക് അറിയാൻ പാടില്ല. ഈ തള്ളമാർക്ക് അറിയാൻ പറ്റുമോ എന്റെ മഹിമ? അതൊക്കെ പോട്ടെ. ആ പലിശക്കാരൻ കാശ് മേടിക്കാൻ വേണ്ടി പുറത്തു നിൽക്കുന്നുണ്ട്. പേര് പറഞ്ഞില്ല. ആ പേരൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കാനും പോയില്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ കാശ് കൊടുക്കണമെന്ന് നല്ലത് തോന്നുന്നു. ചാവിനെയും വെച്ച് വിട്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാട്ടിൽ എന്റെ വിലയും നിലയൊക്കെ കളഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. എന്റെ പേരും പെരുമയും നശിപ്പിച്ചേക്കാണ്. എന്ത് വില നടിപ്പിച്ചെന്നാണ് ഈ പറയുന്നത്? ഇത് പാടില്ല ദൈവമേ. ഈ പെട്ടതല്ലാതെ ഞാൻ നോക്കട്ടെ. ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്നെങ്കിലും അടങ്ങി ഒന്നൊരു മൂലയ്ക്ക് ഇരുന്നോളൂ. എന്റെ കൂട്ടുകാരനെ ഗൾഫിൽ വന്ന ദിവസമാണ്. ഞാൻ വെച്ചോണെങ്കിൽ ഞാൻ കൊടുക്കണോ? അതിന് നിങ്ങൾ നോക്കണ്ട. ഞാനല്ല കുടുംബം നടത്തുന്നത്. അവളിലേക്ക് വേണ്ടി ആർക്കെങ്കിലും വേണ്ടി വെച്ചോളൂ. എനിക്കറിയാം നന്നായിട്ട്. അതിനിപ്പോ ഞാൻ കുടുംബം നോക്കണം. നിങ്ങൾക്ക് എന്താ നല്ലത്? എടാ എന്ത് കാര്യമാണ് നീ പറയുന്നത്? അവളെ ഒരു കുടുംബത്തെ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ട്. അവളുടെ കാര്യം കേട്ടെ. എന്റെ കൂട്ടുകാരൻ നിങ്ങൾ വന്ന ദിവസമാണ്. നിങ്ങൾ അടങ്ങി ഒന്നൊരു മൂലയ്ക്ക് ഇരുന്നോ. താമാണെന്നൊരു അക്ഷരം വേണ്ടി പോകുന്നത് കേട്ടോ. ഞാനൊന്നും കഴിയില്ല. അവൻ വല്ലതും ചോദിച്ചു കഴിഞ്ഞാല് അവൻ വല്ല ചോദിച്ചാൽ പല്ലുവേദനയാണെന്ന് പറഞ്ഞാൽ അല്ല പല്ലുവേദനയെന്ന് വായോന്ന് പറയണമല്ലോ. അത് പറയണം. അത് ഞാൻ പറഞ്ഞോ. മര്യാദ എന്താ നീ പറയണം. മര്യാദ അവനുണ്ട് എന്തൊക്കെയാണ് സുഭാഷ്? നിങ്ങളെന്തോ തടിച്ച് മെലിഞ്ഞ് കറുത്ത് നിന്റെ ആ സ്വഭാവം ഇപ്പോഴും നീ കൈവിട്ടിട്ടില്ല. ഒരാളെ കണ്ട് കുറ്റം പറയുന്ന ആ സ്വഭാവം ഇതുവരെ വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയുണ്ടാ മൊത്തം സെറ്റപ്പൊക്കെ? അടിപൊളിയായിട്ട് പോകണ്ട. അപ്പുറത്ത് അതെ ഫ്ലൈങ് സെറ്റ് അടിക്കുന്നുണ്ടല്ലോ. വേലക്കാരിയാണോ? ആ വേലക്കാരിയല്ല. ഞാൻ പറയാറില്ല എന്റെ തള്ളനെ കുറിച്ച്. നിന്റെ അമ്മയാണോ? അമ്മയാണ് പല്ലുവേദന. ഞാൻ ഏതായാലും വന്നപ്പോ നിന്റെ അമ്മേനെ കാണണം, നിന്റെ വീട്ടുകാരെ കാണണം, മൊത്തം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാണണം. ഓക്കെ. എവിടെയാണോ ഭാര്യ? സുശീലേ സുശീലേ അവളെയും വിളിച്ചു കണ്ണി കണ്ട ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവളെ വിളിച്ച് കുടുംബത്തിൽ സുശീല നിങ്ങൾ വന്നിട്ട് ആരാ വന്നേക്കണം നോക്കണേ. ആ വരുന്നുണ്ട് കൊണ്ടാകും. നിങ്ങളുടെ ഇതാണ് ഞാൻ പറയാമോ സുഭാഷ്. ഞങ്ങൾ ഗൾഫിൽ ഒന്നിച്ചുണ്ടായിരുന്നു. ഇതാണ് എന്റെ വൈഫ് സുശീല. അല്ല അതൊന്നും വേണ്ട. അത് ശരിയാവില്ല. ഞാൻ ഏതായാലും വന്നപ്പോ നിന്റെ ഭാര്യ അമ്മേനെ ഒന്ന് പരിചയപ്പെടുന്നാലോ. നിന്നെ എത്ര വർഷം കാണും? നീ പറയുന്നേ. ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ അമ്മയെ പറ്റി നീ ഒരുപാട് എന്നോട് സംസാരിച്ചത്. അമ്മയെ കുറെ കാര്യങ്ങൾ നീ ചോദിച്ചറിയാൻ. നിങ്ങൾ ഒച്ചപ്പാട് പാടുണ്ടാക്കരുത്. അമ്മ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കുടുംബത്തിൽ ഒരു കെടാവിളക്കാണ്. അത് മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയാം ഇതാണ് ഇവിടുത്തെ പോലെ. ഏതൊരു കുടുംബം ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനേ ഒരു കാര്യം കഴിഞ്ഞ ഓണത്തിൽ ഇവൻ ഗൾഫിലുണ്ടായ സമയത്ത് ഒരു കാര്യം പറഞ്ഞത് വല്യമ്മ പുള്ളിക്കാരൻ ചൂലിക്കെട്ടടിച്ചെന്ന് പറയണല്ലോ. അതൊക്കെ ഞങ്ങൾ ഒന്ന് സോൾവ് ചെയ്യുന്നേ. വല്യമ്മ വാപ്പ പറഞ്ഞോ? മാപ്പറയിലൊന്നും നേരെ കിട്ടിയില്ല. അപ്പൊ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ പല്ലുവേദനായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ സ്ഥിതി ഞാൻ ആലോചിക്കാം. ഗൾഫിൽ കുറെ നാൾ നിന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ. കല്യാണത്തിന് മുമ്പ് ഭർത്താവ് എന്തായിരുന്നു? കല്യാണത്തിന് മുമ്പ് എനിക്ക് ഭർത്താവ് ഉണ്ടായിട്ടുണ്ട്. ഈ തള്ളല എന്ത് നമ്മൾ നാട്ടിലെടുത്ത് അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് തള്ളലെ പറയും. തള്ളലെ കൊണ്ട് അങ്ങനെ പറയില്ലേ. നമ്മുടെ അമ്മ എന്ന് കുടുംബത്തിന്റെ കെടാവിളക്കാണ്. ഇത് അമ്മയുടെ ഇത് വേറെ എന്താണ് സാധനം. അമ്മ
അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ തെളിവെച്ചിട്ട് പറഞ്ഞു എന്റെ മക്കളൊന്നും വരുത്തല്ലേ. അത് പിന്നെ ഏത് അമ്മയായാലും സ്വന്തം മക്കൾ അങ്ങനെ സിദ്ധി നമുക്ക് അധികം മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഈ ഇവര് 3 മക്കളല്ലാണ്ട് വേറെ പെൺമക്കളാരും മക്കൾ 2 പേരുണ്ട്. 2 പേര് ഇരട്ടകളാണ്. അവർ 2 പേരും ഞാൻ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു. അത് മോശമായി പോയി. 2 പെൺമക്കളും ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചോളാം. ഒരു വീട് മാത്രം കൊളായി പോയേ. ഇത് 2 കൂടെ കെട്ടിച്ചേർത്ത് 2 വീട് നശിച്ചു പോകത്തില്ലേ? ഒരു കാര്യം പറയാം, എന്നെ പറഞ്ഞൊരു അങ്ങനെ പറഞ്ഞോളൂ. കൊടുത്തും നിങ്ങളെന്ത് പോക്കറ്റിൽ കിടന്ന കാശ് മൊത്തം അടിച്ചു മാറ്റി നിങ്ങൾ സുഖിച്ച് നടക്കും. കാശ് അടിച്ചു മാറ്റിയെന്നാണ് പറഞ്ഞത്. നിങ്ങളെന്ത് പോക്കറ്റിൽ കിടന്ന കാശ് മൊത്തം നിങ്ങൾ അടിച്ചു മാറ്റില്ലേ? മുറുക്കാനുള്ള ഒരു 10 രൂപ കാശിന് നിന്നെ റൂമിലേക്ക് വന്നാൽ നീ ഉറങ്ങുകയായിരിക്കും. അപ്പൊ നിന്നെ ഉണർത്തേണ്ടതാന്ന് ചോദിച്ചാൽ 100-150 അടുപ്പ് കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം ഒരു 10 രൂപ കാശ് അമ്മ മുറുക്കാന്റെ കാശെന്നും പറഞ്ഞ് തന്നിട്ടില്ല. എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു പറ. ഈ നോട്ടം വെച്ച് ഇവിടെ ഈ തിരുമുഖത്ത് വന്ന് നിൽക്കുകയല്ലേ നിങ്ങൾ? അതെല്ലാം പോട്ടെ. ഞാൻ ആലോചിക്കുന്നത് നല്ലമായിട്ടുള്ള സർക്കാർ ജോലി ഉണ്ടായിട്ട് അത് രാജിവെച്ചുകൊണ്ട് ഇവൻ ഗൾഫിൽ ആ പുലിവെയിലത്ത് വന്ന് കഷ്ടപ്പെട്ടത് എന്റെ കാര്യമുള്ളത് ഞാൻ ആലോചിക്കണം. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാക്കിയിരുന്നത്. ഇതിന് സർക്കാർ ജോലി ഉണ്ടായി അത് രാജിവെച്ചിട്ടാണ് ഗൾഫിൽ വന്നേക്കുന്നത്. നമുക്ക് ഇവനെ പിരിച്ചുവിട്ടതാണ്. 500 രൂപ കട്ടെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടതാണ്. പറയേണ്ട കാര്യം ഞാൻ അതല്ല ചോദിക്കണേ. 500 രൂപ കട്ടെന്ന് പറഞ്ഞ് നിന്നെ പിരിച്ചുവിട്ടപ്പോ 500 രൂപ കട്ടില്ലാന്ന് പറഞ്ഞ് ഇന്നെ തെളിയിക്കാൻ വേണ്ടല്ലേ? ഇവൻ തെളിയിക്കുന്നതിന് മുമ്പ് അവര് തെളിയിച്ച് ഭയങ്കര കുടുംബക്കാരനാണ്. കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ അമ്മച്ചിക്ക് വേണ്ടി ചെലവാക്കുന്നതും പറഞ്ഞേക്കണം. അങ്ങനെ പറഞ്ഞേക്കണം. ഒരു 10 പൈസ തന്നിട്ടില്ല. ഇവിടെ കഴിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, 10 പൈസ അവൻ തന്നില്ല, പിന്നെ എങ്ങനെ അമ്മച്ചി ജീവിക്കുന്നത്? എങ്ങനെ ജീവിക്കണം? ഞാൻ 3 പഠിക്കോളൂ. ഇതുകൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ മേലാത്തത്. എനിക്ക് ജീവിക്കട്ടെ. 10 പൈസ തന്നെ എനിക്ക് ഇവിടെ നാട്ടില് ഇവർ നാടിന്റെ പശുവിന്റെ കച്ചവടമാണ്. വീട്ടിൽ 4 മൂലയ്ക്ക് പശുവിനെ ആടിനെ മുന്നിട്ട് നടക്കാൻ മേലത്തെ അവർക്ക് പശുവിന്റെ കച്ചവടം തേടിയ വല്ല കാര്യം ചുറ്റി. ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഒരു പശുവിനൊക്കെ വേണ്ടി ഒരു പാമ്പ് പോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ആഗ്രഹം. എനിക്കൊരു പശുവിനെ വേണം. പശുവിന്റെ കൂടെ ഒരു പശുവിനെ എനിക്ക് വേണം. 8000 രൂപ കൊടുക്കും. 6 മാസം കഴിഞ്ഞ്